സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസ് എല്ലാം കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ്. അതുപോലെ നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ ഞാൻ ഇന്ന് ഇപ്പോൾ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് വാരാഹി അമ്മയുടെ ഒരു മാജിക് മന്ത്രമാണ്. ആ ഒരു മന്ത്രം എന്താണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ലാസ്റ്റ് ഇന്നിപ്പോൾ ഇട്ട കുറച്ച് ഇന്നും കഴിഞ്ഞ വീഡിയോയിലും കേട്ടിരുന്നത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. കാര്യം അവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം. ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമല്ല, ദേവിയുടെ അനുഗ്രഹം അവർക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നിങ്ങളുടെ പേരും നക്ഷത്രത്തിനൊപ്പം ആവശ്യം എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണണം. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, മന്ത്രജപത്തിന് മുന്നേ തന്നെ നമ്മളൊരു ഡിസ്കഷൻ ഉണ്ടല്ലോ അല്ലേ, എല്ലായ്പ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് പോലെ. ഓക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ ഓരോ ആളുകളും ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരാളിനോട് പറയുണ്ടായി, നമ്മൾ എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്? എനിക്ക് ദൈവം യാതൊരു അനുഗ്രഹവും അല്ലെങ്കിൽ ഞാൻ എത്ര പൂജിച്ചിട്ടും അല്ലെങ്കിൽ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മാത്രം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാനിനി പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാൻ അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഒരാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടുള്ള വിശ്വാസം ഇല്ല, അതോടെ എനിക്ക് പോയി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കേൾക്കുന്നവർക്ക് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് പറയുന്നത് അല്ലേ. പക്ഷേ അവർക്കൊരു കാര്യം ഒരു തെറ്റുപറ്റി. കാര്യം ഇനി ദൈവത്തെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തെ ഇനി മറന്നേക്കാം എന്നുള്ള രീതിയിൽ പറയാൻ പാടുണ്ടോ? ഇല്ല. ദൈവം നമുക്ക് സന്തോഷവും സങ്കടവും എല്ലാം ചേർന്ന ഒരു ജീവിതമായിരിക്കും തരുന്നത് അല്ലേ. അപ്പോൾ നമ്മളത് തരണം ചെയ്യുക, അല്ലെങ്കിൽ നമ്മളതിനെ ഫൈറ്റ് ചെയ്ത് നമ്മൾ മുന്നേറുക എന്നുള്ളതാണ്. എന്നാലല്ലേ ആ ലൈഫിനൊരു അർത്ഥമുള്ളൂ അല്ലേ. അപ്പോൾ അവർക്കെന്നല്ല, എല്ലാവർക്കും കഷ്ടതകളും കഷ്ടപ്പാടുകളും അല്ലേ സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ലൈഫാണ്. അതിപ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ആ ഒരു വിഷമത്തിൻ്റെയും അല്ലെങ്കിൽ ആ സന്തോഷത്തിൻ്റെയും ഇൻറ്റൻസിറ്റിയൊക്കെ ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഏതൊരു കഷ്ടത വന്നു കഴിഞ്ഞാലും സന്തോഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ദൈവത്തെ മറക്കാൻ പാടില്ല. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തോടുള്ള ആ ഒരു വിശ്വാസം ഡെവലപ്പ് ചെയ്തെടുക്കുക. വാരാഹി ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏതൊരാഗ്രഹവും സാധിച്ചു തരും. അത് ഞാൻ ഏത് രീതിയിൽ ഇനി നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്ന് അറിയില്ല. എനിക്കൊത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങളിലൂടെ ഞാനും സഞ്ചരിച്ചിട്ടുണ്ട്, ഇപ്പോഴും അതെ. അപ്പോൾ ഞാൻ പറയുന്നൊരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളാരും അങ്ങനെ ദൈവത്തെ നിന്ദിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്, പറയരുത്. ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആ ഒരു വിശ്വാസം അത് മുറുകെ പിടിക്കുക. ദൈവത്തെ നല്ല രീതിയിൽ ആരാധിക്കുക. ഓക്കെ. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ, ഈ ഒരു ജന്മം നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കർമ്മം. അതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ദൈവം മാത്രമേ ലാസ്റ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. നമുക്കൊരു അതായത് നല്ലൊരു ലൈഫിൽ നല്ലൊരു കാര്യം നടക്കണമെങ്കിൽ പോലും ദൈവമില്ലാതെ അത് നടക്കുമോ? ഇല്ല. ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് നല്ല രീതിയിൽ നടന്നു കിട്ടിയത് അല്ലേ. അപ്പോൾ ദൈവത്തെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് നിത്യവും ചെയ്യേണ്ട കർമ്മമാണ്. അത് ചെയ്യണം. വാരാഹി ദേവിയുടെ മന്ത്രം എല്ലാ ദിവസവും ഉരുവിടുന്നു എന്ന് കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം, ഒത്തിരി ഹാപ്പിയാണ് കേൾക്കുമ്പോൾ തന്നെ. ദേവിയുടെ മന്ത്രജപം മിസ്സാക്കാതെ മിക്കവാറും ഉള്ള ദിവസങ്ങൾ, അതായത്
നല്ല ശുദ്ധി വരുത്തി വേണം നമ്മൾ ജപിക്കാനായിട്ട്. അപ്പോൾ അത് നിത്യവും ചെയ്യുക. ഏർലി മോർണിംഗ് ചെയ്യണവരുണ്ട്. ഏർലി മോർണിംഗ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ സമയം കംഫർട്ടബിൾ ആയിട്ടുള്ള, എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, അത് തന്നെ ഫോളോ ചെയ്യുക. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യണമെന്ന് ചിലർ വിചാരിക്കും. കാര്യം ഈ വീഡിയോ ഒരാളല്ല കാണുന്നത്, കുറേ ആളുകൾ കാണുന്നതാണ്. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ചാനലിൽ കയറിയിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അല്ലേ അന്ന് കേട്ട് നോക്കുന്നത്. അപ്പോൾ അവർക്കും അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കാം. അതുകൊണ്ടാണ് കേട്ടോ പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ റിപ്പീറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരാളും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രതിസന്ധികൾ നമ്മൾ നേരിടുക തന്നെ വേണം. ആ ഒരു പ്രതിസന്ധി ഭയങ്കരമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒട്ടും നമുക്കൊരു ഐഡിയ ഇല്ലാതെ ഒരു സൊല്യൂഷനും ഇല്ല നമ്മുടെ മുന്നിൽ എന്നുള്ള സാഹചര്യം വരെ വരും. ഒരിക്കലും നമ്മൾ കഠിനമായ എന്താ പറയുക ഡിസിഷൻ അല്ലെങ്കിൽ ഒട്ടും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഡിസിഷനൊന്നും എടുത്ത് കളയരുത്. ഓക്കെ, നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഡിസിഷനൊന്നും എടുക്കാൻ പാടില്ല, സഡനായിട്ട് എടുക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ദൈവത്തെ വിചാരിക്കുക, ദൈവത്തെ മുറുകെ പിടിക്കുക, ദേവിയോടുള്ള ആ ഒരു ആരാധന നല്ല രീതിയിൽ കൊണ്ടുപോവുക. അപ്പോൾ ഞാനിത് മെയിനായിട്ടും ഈ ഒരു ടോപ്പിക്ക് തന്നെ പറയാൻ കാര്യം, ഇപ്പം കുറച്ച് പേര് കുറച്ച് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് 2-3 വീഡിയോസിൽ. അവരുടെ കഷ്ടപ്പാടുകളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ആ ലെവൽ ഓഫ് ആ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്ത് ഇപ്പോൾ തന്നെ എല്ലാവർക്കും അത് ഒരു പോസിറ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അവർക്ക് എടുക്കാൻ പറ്റട്ടെ എന്നുള്ള രീതിയിൽ ഞാനിത് അയക്കുന്നത്. നമുക്ക് ഏതൊരു പ്രോബ്ലം ആയാലും അതിൻ്റെ സൊല്യൂഷനുണ്ട്. ക്ഷമിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു പ്രോബ്ലം നല്ല രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് നമുക്ക് ദൈവത്തിൻ്റെ സഹായം ഒത്തിരി വലുതാണ്, ചെയ്യണം. നിത്യവും ദേവിയെ ആരാധിക്കുക. നിങ്ങൾക്ക് എന്ത് വിഷമമോ എന്ത് സന്തോഷമോ ആയിക്കോട്ടെ എന്ന് വന്നാലും, സന്തോഷം വന്നാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ, പക്ഷെ എന്നാലും നമ്മൾ ദൈവത്തെ ആരാധിക്കുക ഏത് വിഷമം വന്നിട്ടുണ്ടെങ്കിലും അല്ലേ. അപ്പോൾ ഞാൻ ഇതിൽ പറയാൻ പോകുന്ന ഒരു മന്ത്രം എന്ന് പറയുന്നത് ശക്തിയായ ഒരു വരാഹി ദേവിയുടെ ഒരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഈസിയാണ്. അപ്പം എല്ലാവരും ഈ അഷ്ടോത്തരം എന്ന് പറയുമ്പോൾ കുറേ മന്ത്രജപങ്ങൾ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ പറയാനായിട്ട് വിഷമം കാണും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് വളരെ ചെറിയ മന്ത്രങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഞാൻ ഈ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തതിൽ ഇടുമ്പോൾ കറക്റ്റ് മലയാളം ലെറ്റർ കിട്ടണം എന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യുന്ന ആ രീതിയിലാണ് ഞാൻ ആ ലെറ്റേഴ്സ് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അതെൻ്റെ തെറ്റല്ല, ശരിക്കും അതിൽ വരാത്തത് കൊണ്ടാണ് കേട്ടോ. അത് ഞാൻ ട്രൈ ചെയ്തിട്ടും എനിക്ക് ആ ലെറ്റർ കിട്ടാതെ വരുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ടൈപ്പ് ചെയ്ത് ആ മന്ത്രജപം ഇടുന്നത്. അതുപോലെ തന്നെ വായിച്ചിട്ട് ജപിക്കണം. ഒരിക്കലും അതൊരു തെറ്റല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു മന്ത്രം കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തിട്ട് തന്നെ ജപിക്കുക. ആൻഡ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ദേവിയെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ദൈവത്തിന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. അതായത് നല്ലത് മാത്രം ചിന്തിച്ച് നല്ല മനസ്സോടുകൂടി മാത്രമായിരിക്കണം നമ്മൾ ദേവിയെ ഭജിക്കാൻ. അല്ലാതെ ദുശ്ചിന്തകളോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ തെറ്റൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക്, അതായത് ചില ആളുകൾക്ക് അറിയാതെ പറ്റാം മിസ്റ്റേക്ക്, അത് നമുക്ക് ദൈവം ക്ഷമിക്കും. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരാളെ വേദനിപ്പിച്ചിട്ടോ കള്ളക്കേസ് കൊടുത്തിട്ടോ, ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ. അവർക്ക് കള്ളക്കേസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒരു മോശമായ രീതിയിലുള്ള അനുഭവങ്ങളുണ്ടായിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനാവും. ആ മെസ്സേജ് ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് എത്രത്തോളം അത് അവരെ വേദനിപ്പിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഈ മോശമായ രീതിയിൽ നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ മോശമായ രീതിയിൽ അപ്രോച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ നിങ്ങൾ അവരെ വിഷമപ്പെടുത്തുകയോ ചെയ്തതിന് നിങ്ങൾക്ക് ഒരു കാലത്തും നല്ലത് വരാൻ പോകുന്നില്ല. അത് ഞാൻ പറയുന്നതല്ല കേട്ടോ, അത് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
അതുകൊണ്ട് നമ്മൾ ദേവിയെ ആരാധിക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല ചിന്തകൾ നല്ലത് മാത്രം വിചാരിച്ചിട്ടായിരിക്കണം നമ്മൾ ആരാധിക്കേണ്ടത്. അപ്പോൾ അത് അങ്ങനെ ശുദ്ധമായ മനസ്സുള്ളവരായിരിക്കും ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ പോലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു അമ്മയെ പോലെ അല്ലെങ്കിൽ ഒരു അനിയത്തിയെ പോലെ അല്ലെങ്കിൽ ഒരു സഹോദരിയെ പോലെ അല്ലെങ്കിൽ ഒരു അത്രയും നല്ലൊരു ഫ്രണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളു ഒരാൾ പോലും അടുത്തില്ലാതെ അവരെ ഒരു സഹായത്തിനോ അല്ലെങ്കിൽ അവരെ വിഷമത്തിന് തിരിച്ച് ഒന്ന് സമാധാനിപ്പിക്കാനോ പോലും ആളില്ലാതെ ഉണ്ടാവാം. ഈ ഓരോ മെസ്സേജുകൾ വായിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, ചില മെസ്സേജൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചില കമൻറ്റൊക്കെ വായിക്കുമ്പോൾ അവർക്കിപ്പോൾ ഈ സിറ്റുവേഷൻ മോശമായ ഈ സിറ്റുവേഷനിലാണെങ്കിൽ പോലും അവരെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ സമാധാനപ്പെടുത്താനോ ആരുമില്ല എന്നുള്ളത്. സോ അവർക്ക് ഈ വീഡിയോ ഉറപ്പായിട്ടും ഉപകാരപ്പെടട്ടെ എന്നുകൂടെ വിചാരിച്ചിട്ടാണ് പെട്ടെന്നൊരു വീഡിയോ ഇടാൻ തോന്നിയിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ ഒരിക്കലും വിഷമിക്കരുത്, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറി നിങ്ങളൊക്കെ എല്ലാവരും നല്ലതായിരിക്കട്ടെ, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരട്ടെ അമ്മ. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്താം. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദേവിയുടെ മന്ത്രം ഡെയിലി ചൊല്ലണം. നിത്യവും 2 നേരം ചൊല്ലിയാൽ അത്രയും നല്ലത്. ഉറപ്പായിട്ടും അത് എനിക്ക് അത് നിങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അത്രയും ഒരു സമയമെടുത്ത് എനിക്ക് കമൻറ്റ് ചെയ്യണവർ ഉറപ്പായിട്ടും ദേവിയെ ആരാധിക്കുന്നവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു മന്ത്രം 21 തവണ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഏതാ ആ മന്ത്രം എന്നുള്ളത് മെൻഷൻ ചെയ്യാം, കൂടെ ചൊല്ലണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ആ ഒരു മന്ത്രം 21 തവണ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ മന്ത്രത്തിലേക്ക് പോവാം. വജ്രഘോഷം 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 വജ്രഘോഷം
വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം ഓം വജ്രഘോഷം